ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അങ്ങനെ അർച്ചനയും സച്ചിയും ആതിരയും എല്ലാവരും തിരികെ നെല്ലിശ്ശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി എന്താണെങ്കിലും കുറച്ച് ദിവസത്തേക്ക് ഞാൻ ഓഫീസിൽ പോകുന്നില്ല, ലീവാണെന്ന് സന്ദീപ് പറയുമ്പോൾ മീര പറയുകയാണ്, അതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല, ഇവിടെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം മതി. സന്ദീപേ, ഓഫീസിൽ പോകാൻ നോക്ക്. ആതിരയ്ക്കിനി ഇവിടെ ഒരു കുഴപ്പവും വരില്ല, അതിന് ഞാനാ ഗ്യാരണ്ടി എന്ന് മീര പറയുമ്പോൾ സച്ചി പറയുകയാണ്, മീരേട്ടത്തി വന്നത് തന്നെ ഒരു ആശ്വാസമാ. കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളുണ്ടെങ്കിലേ അത് നല്ലൊരു സമാധാനം തന്നെയാ. അർച്ചന മുറിയിലേക്ക് ചെന്നു. ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് മീര പറയുമ്പോൾ എല്ലാവരും മുറിയിൽ നിന്നും പോവുകയാണ്. തുടർന്ന് അർച്ചന മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അർച്ചനയും കാത്ത് അവന്തികയുണ്ടായിരുന്നു. ഒരു ഞെട്ടലോടെ അർച്ചന അവന്തികയെ നോക്കുമ്പോൾ അവന്തിക പറയുകയാണ്, ഞെട്ടുകയൊന്നും വേണ്ട, ഇത് നിന്റെ മുറി തന്നെയാ. അനുവാദമില്ലാതെ ഈ മുറിയിൽ കയറുന്നവരെയൊക്കെ തല്ലുകയാണല്ലോ നിന്റെ പതിവ്. നിനക്കെന്താ എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? അവന്തിക എന്ന എനിക്ക് ഈ വീട്ടിലെ ഏത് മുറിയിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാമെന്ന് അവന്തിക പറയുമ്പോൾ നിങ്ങളുടെ മിടുക്ക് കാണിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് അർച്ചന ചോദിക്കുന്നു. ഞാൻ എൻ്റെ മിടുക്കിനെ കുറിച്ച് പറയുന്നതല്ലേ ഉള്ളൂ, നീ അത് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നീ നിന്റെ മിടുക്ക് കാണിച്ചതുകൊണ്ടല്ലേ നിന്റെ അനിയത്തി വെട്ടിയിട്ടതുപോലെ അപ്പുറത്തെ മുറി കിടക്കുന്നത്. നീ എന്തിനാടി നിന്റെ അനിയത്തിയെ സ്റ്റെപ്പിന്ന് തള്ളി താഴെയിട്ടതെന്ന് അവന്തിക ചോദിക്കുമ്പോൾ നിങ്ങളത് കണ്ടോ എന്ന് ദേഷ്യത്തോടെ അർച്ചന ചോദിക്കുന്നു. വിവാഹം കഴിഞ്ഞ് ഇതുവരെ കുഞ്ഞുങ്ങളാകാത്ത നിനക്ക് ആതിരയോട് തോന്നിയ ഒരസൂയ തന്നെ. ഇതുവരെയും നിനക്ക് കിട്ടിയ സ്നേഹമെല്ലാം ആതിരയ്ക്ക് കിട്ടുമോ എന്നുള്ള നിന്റെ ഭയം കൊണ്ടല്ലേ നീ ഇതൊക്കെ ചെയ്തത്. നീ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നീയും ഒരു അമ്മയാകൂ, അല്ലാതെ ഇങ്ങനത്തെ പരിപാടിയൊന്നുമല്ല ചെയ്യേണ്ടതെന്ന് അവന്തിക പറയുന്നു. നീയും ആതിരയും കമലെടുത്തിയുടെ മക്കളാണ്. ഇങ്ങനെ സ്വത്തുക്കളെല്ലാം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് നിലവാരം കുറഞ്ഞ രീതിയിലേക്ക് പോവരുത് കേട്ടോ. പിന്നെ ഇവിടെ വന്ന് ഞാൻ ഇതൊക്കെ പറഞ്ഞത് ആതിരയുടെ കുഞ്ഞുണ്ടല്ലോ ഈ കുടുംബത്തിന്റെ അവകാശിയാണ്. എന്നെ അടക്കം നാളെ ഇവിടെയുള്ളവരെ എല്ലാവരെയും ഭരിക്കാൻ പോകുന്ന കുഞ്ഞ്. ആ കുഞ്ഞിന് കേടുപാട് വരുന്നതൊന്നും കണ്ടു നിൽക്കാൻ എന്നെ കൊണ്ടാകില്ല. അതുകൊണ്ട് ഇമാതിരിയുള്ള വേലകളൊന്നും ഇനി അവളുടെ അടുത്ത് ഇറക്കരുതെന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ ആകെ തകർന്നു നിൽക്കുകയാണ് അർച്ചന. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അവന്തിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് വിഷമത്തോടെ ഇരിക്കുന്ന അർച്ചനയാണ്. അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വരികയാണ്. എന്താടോ, തന്റെ വിഷമമൊന്നും ഇതുവരെ മാറിയില്ലേ? ആതിര തന്നെ പറഞ്ഞതല്ലേ ഇതെല്ലാം അവളുടെ കുഴപ്പമാണ്. പിന്നെയും താനെന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഭയപ്പെടാൻ മാത്രമൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഉള്ള ആകെ ഒരു വിഷമം എന്താന്ന് വെച്ചാ തന്റെ വീട്ടുകാരും ഇവിടുത്തെ അച്ഛനും തന്നോട് മിണ്ടുന്നില്ല, അത് മാത്രമാ. അതെന്താണെങ്കിലും നമ്മൾ ഉടനെ തന്നെ പരിഹരിക്കുകയും ചെയ്യും. അത് സച്ചിയേട്ടാ, ചിലരുടെ ചില സമയത്തെ കുത്തുവാക്കുകളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. എനിക്കൊരിക്കലും സച്ചിയേട്ടൻ ഇപ്പൊ പറഞ്ഞ മനസമാധാനം കിട്ടുമോ എന്ന് അറിയില്ല. ഞാൻ കാരണം സച്ചിയേട്ടനും സമാധാനം കിട്ടുന്നില്ലല്ലേ എന്ന് അർച്ചന ചോദിക്കുന്നു. എടോ, ഈ സന്തോഷവും സമാധാനവും ഒന്നും ആരും നമ്മുടെ പുറകെ കൊണ്ടു നടന്ന് തരില്ല. അതൊക്കെ നമ്മൾ തനിയെ തന്നെ തേടി കണ്ടെത്തണം. എന്നാലേ ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു പ്രശ്നം പറയട്ടെ, പരിഹരിച്ചു തരുമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ പറയാൻ സച്ചി പറയുന്നു. അത് പിന്നെ വേറെയൊന്നുമല്ല, നമുക്കൊരു കുഞ്ഞു വേണം സച്ചിയേട്ടാ. ഇത് കേൾക്കുന്ന സച്ചിക്ക് സന്തോഷമാവുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളുകളായില്ലേ, ഇനി നമുക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാം. അതെ, ശരിക്കും ഇത് ഞാനാ പറയേണ്ടിയിരുന്നത്. ഇപ്പോ എന്താണെങ്കിലും നമ്മുടെ മുമ്പില് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഒരു കുഞ്ഞൊക്കെ ആയിട്ട് നമുക്ക് സന്തോഷമായി ജീവിക്കണം. അതെ, എനിക്കും സച്ചിയേട്ടനും ഒരു കുഞ്ഞ് എന്ത് സന്തോഷമുള്ള ജീവിതമായിരിക്കും. എന്നാലേ ഇനി അധിക കാലം താൻ ആലോചിച്ച് സന്തോഷിക്കേണ്ട, അനുഭവിച്ചു തന്നെ സന്തോഷിച്ചോ. അധികം വൈകാതെ തന്നെ നമുക്കിടയിലേക്ക് ഒരു കുഞ്ഞു വരും. ഈ വീട്ടിൽ അങ്ങനെ രണ്ടു കുട്ടികളുടെ കരച്ചിലും ഇതിലും കുസൃതികളും ഒക്കെ തന്നെ നിറയും. അപ്പോ ഇത്രയൊക്കെ പ്ലാനുകള് മനസ്സിലുണ്ടായിരുന്നു എന്ന് അർച്ചന ചോദിക്കുമ്പോ ഇതിലും വമ്പൻ പ്ലാനുകളാ എന്റെ മനസ്സിലുള്ളതെന്ന് സച്ചി പറയുന്നു. ശരി ശരി, ഞാൻ പോയി കഴിക്കാൻ എടുത്തു വെക്കാം. അത്രയും പറഞ്ഞ് അർച്ചന ഒരു പാട്ട് മൂളിക്കൊണ്ട് പുറത്തേക്ക് പോകുമ്പോ സച്ചി പറയുകയാണ്, അവിടെ നിന്നേ, താനിപ്പോ മൂളിയ പാട്ടൊന്ന് പാടിക്കേ, കേക്കട്ടെ. അങ്ങനെ സച്ചിക്ക് വേണ്ടി അർച്ചന ആ പാട്ട് പാടി കൊടുക്കുകയാണ്. തുടർന്ന് രണ്ടു കുട്ടികളുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത് സച്ചിയും അർച്ചനയും സ്വപ്നം കാണുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് അർച്ചന ഡോക്ടർ സന്ധ്യയെ കാണാൻ പോയിരിക്കുന്നതാണ്. നീ എന്തൊക്കെയാ അർച്ചന ഈ പറയുന്നത്? നമുക്ക് അത്രയും ഉപകാരമുള്ള ഡയറിയല്ലേ നീ കൊണ്ട് കളഞ്ഞത്? കള്ളന്മാരെ പോലെ അത് കയറി മോഷ്ടിക്കുമെന്ന് ഞാൻ അറിഞ്ഞിട്ട് അവര് ഫോണിൽ വിളിച്ച് എന്നെ നേരിട്ട് വരുത്തി എന്റെ മുമ്പിൽ നിന്നാ അത് കത്തിച്ചു കളഞ്ഞത്. അവർക്കപ്പോ എന്നോട് അത്രയും പകയുണ്ട്. എന്നോട് അത്രയും ഭാഗ്യമുണ്ടെങ്കിൽ അവർക്ക് ആതിരയോട് അതിലും കൂടുതൽ കാണില്ലേ ഡോക്ടർ? അവളുടെ ഈ അവസ്ഥയിൽ അവള് നെല്ലിശ്ശേരിയിൽ തുടരുന്നത് എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അവളെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ആരോടൊക്കെ സമാധാനം പറയേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. അർച്ചനയുടെ ഒരു കണ്ണ് എപ്പോഴും ആതിരയിൽ ഉണ്ടായിരിക്കണം. സ്റ്റെപ്പിൽ നിന്നും ആതിര വീണതിൽ അർച്ചനയ്ക്ക് സംശയമുണ്ടെന്നല്ലേ പറഞ്ഞത്? ആണെങ്കിലും അർച്ചന സൂക്ഷിക്കണം. ഇപ്പോ മീരയും വന്നെന്നല്ലേ പറഞ്ഞത്? ുള്ളത് ഒരാശ്വാസം തന്നെയാ. പക്ഷേ അവധി കെട്ടത്തിയോ അനഘയോ എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് വഴക്കിന് ചെല്ലും എന്ന് അർച്ചന പറയുമ്പോ സന്ധ്യ പറയുകയാണ്,
എന്താണെങ്കിലും മീരയെ പോലെ ഒരാളെയാണ് ആ വീട്ടിൽ ആവശ്യം. ഞാനും മീരയും കൂടെ ഉള്ളപ്പോൾ എന്താണെങ്കിലും അവർക്ക് ഒന്നും തന്നെ ആതിരെ ചെയ്യാൻ സാധിക്കില്ല. തുടർന്ന് അർച്ചന പറയുകയാണ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ ഡോക്ടർക്ക് ഒന്നും തോന്നരുത്. എനിക്കിപ്പോ എല്ലാവരെയും സംശയമാണ്. എനിക്കിപ്പോ ആതിരയുടെ പ്രഗ്നൻസി ട്രീറ്റ്മെന്റിൽ തന്നെ ഒരു ഭയമുണ്ട്. അതുകൊണ്ട് ഡോക്ടർ സന്ധ്യ അത് ഏറ്റെടുക്കണം. ഡോക്ടർ ആകുമ്പോൾ ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഇത് കേൾക്കുന്ന ഡോക്ടർ പറയുകയാണ്, താൻ എന്താണെങ്കിലും അതോർത്ത് വിഷമിക്കണ്ട. ഇപ്പൊ നോക്കുന്ന ഡോക്ടറിനോട് ഞാൻ പറഞ്ഞോളാം. താൻ എന്നെ വിട്ടേക്ക്. തനിക്കറിയാലോ, ഇക്ക പോയതിനു ശേഷം എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനേ സാധിക്കുന്നില്ല. എന്താണെങ്കിലും ധൈര്യമായിട്ടിരിക്കെ. താൻ കരുതുന്നത് പോലെ ഒന്നും തന്നെ സംഭവിക്കില്ല. പക്ഷേ ഇപ്പോ എന്റെ പേടി അതല്ല. അവന്തിക നമുക്ക് നേരെ ഇനി എന്തെങ്കിലും ചെയ്താൽ പ്രതിരോധിക്കാൻ നമുക്ക് ഒരു മാർഗങ്ങളുമില്ല. അവസാനത്തെ പിടിവള്ളിയായിരുന്നു ആ ഡയറി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവന്തിക തന്നെ ഒരിക്കൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ആ വീട്ടിലെ എല്ലാവരെയും കൊല്ലുന്നതാണ് അവളുടെ ജീവിതാഭിലാഷമെന്ന്. ഇത് പറഞ്ഞത് അന്ന് എന്റെ വീട്ടിൽ അനഘയുടെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോഴാണ്. അർച്ചന എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? അവന്തിക എന്തുകൊണ്ടാണ് നെല്ലിശ്ശേരി തകർക്കാൻ ഇറങ്ങിയിരിക്കുന്നതെന്ന് അർച്ചനയ്ക്ക് അറിയാമോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോ അറിയില്ലെന്ന് അർച്ചന പറയുന്നു. ഇത് കേൾക്കുന്ന സന്ധ്യ പറയുകയാണ്, എങ്കിൽ നമ്മളിപ്പോ അതേ തേടിയാണ് പോകേണ്ടത്. വീട്ടിലെ പഴയ ഫയലുകളും ആൽബവും എല്ലാം തന്നെ നോക്കണം. ഡോക്ടർ ഒരുപക്ഷെ അവന്തികേട്ടത്തിന്റെ ഭാഗത്താണ് ന്യായമെന്ന് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ കുടുംബത്തെ സേതുവച്ചനും കുടുംബവും ദ്രോഹിക്കുമെന്ന് അർച്ചനയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് സന്ധ്യ ചോദിക്കുന്നു. ഇല്ലെന്നാണ് എന്റെ വിശ്വാസമെന്ന് അർച്ചന പറയുമ്പോ ഇനി ഒരുപക്ഷെ അവന്തിക ഇതെല്ലാം ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ് ചെയ്യുന്നതെങ്കിൽ അത് കണ്ടെത്തി നമുക്ക് അവളെ തിരുത്തണമെന്നും ഡോക്ടർ പറയുന്നു. ഇപ്പോ ഫയലുകളിൽ ഏതെങ്കിലും നിന്ന് നമുക്ക് അവന്തികയുടെ അഡ്രസ്സൊക്കെ കിട്ടിയാലോ? ഇനി എന്താണെങ്കിലും നമ്മുടെ ജീവിത ലക്ഷ്യം അവന്തികയുടെ ഫ്ലാഷ് ബാക്ക് ആണ്. വിവാഹത്തിന് മുമ്പുള്ള അവളുടെ ജീവിതം എങ്ങനെയായിരുന്നെന്ന് നമുക്കറിയണം. ഇത് കേൾക്കുന്ന അർച്ചന അതേക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.